എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇപ്പോൾ ഞാനതിൻ്റെ പണ്ഡിതനൊന്നുമല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സംശയം ചോദിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഖലീഫമാരുടെ കാലം അല്ലേ, ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലം. അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്ത് ഗോൾഡൻ പീരീഡ്, സുവർണകാലം. ആ 4 ഖലീഫമാരുടെ, അതായത് പ്രവാചകന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത അനുയായികളായിട്ടുള്ള 4 പേരുടെ കാലം 10-30 കൊല്ലക്കാലമാണ്. ആ കാലഘട്ടത്തിലെ ഭരണവ്യവസ്ഥ എന്തായിരുന്നു? ഈ പറയുന്നത് പോലെ വളരെ റിജിഡായിട്ടുള്ള, വളരെ വെള്ളം ചേർക്കാത്ത, അതാണ് അയവില്ലാത്തൊരു ഘടനയില്ല. വളരെ അയഞ്ഞ ഉദാരമായ, വിയോജിപ്പുകളെ സ്വീകരിക്കുന്ന, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന. ഇപ്പോ അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ ഖലീഫ, 1ാമത്തെ ഖലീഫ പറയുന്നുണ്ട്, നിങ്ങളിൽ ഉത്തമനായ ഒരാളല്ല ഞാൻ, എനിക്ക് ധാരാളം തെറ്റുകൾ പറ്റും, എൻ്റെ തെറ്റുകൾ നിങ്ങൾ വിമർശിക്കണം, എനിക്ക് നിങ്ങളുടെ സഹകരണവും പിന്തുണയും ആവശ്യമുണ്ട് എന്ന് ആണ് അധികാരം കിട്ടിയിട്ട് നടത്തിയ ആദ്യത്തെ പ്രസ്താവന. എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന. അതുപോലെ തന്നെ ഈ ഖലീഫമാരുടെ കാലത്ത് ഒരു സ്ഥിരമായ നിയമവ്യവസ്ഥയോ സ്ഥിരമായ ജുഡീഷ്യറിയോ സ്ഥിരമായ പട്ടാളമോ സ്ഥിരമായ സിവിൽ സർവീസോ ഒന്നുമില്ല. ഒരു അയഞ്ഞ സ്ട്രക്ചറാണ്, മനസ്സിലാവുന്നത്. അപ്പൊ വളരെ ഉദാരവും അയവേറിയതും മാനവികവും വിയോജിപ്പുകളെ സ്വീകരിക്കുന്ന, ഇൻക്ലൂസീവ്. അതാണ് ഉദാരത എന്ന് പറഞ്ഞാൽ. എന്താ ഉദാരത എന്ന് പറഞ്ഞാൽ? വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള കഴിവിനാണ്. നമ്മളിപ്പോൾ ഈ ഉദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞൊരു വാക്കും, ആളെ ചതിക്കുന്നൊരു വാക്ക്. ഉദാരവൽക്കരണം എന്ന് കേട്ട് കഴിഞ്ഞാൽ അതല്ലത്. ഉദാരത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശരിക്കും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള വിശാലതയാണ് ഉദാരത. ആ ഉദാരതയുടെ, അതാണ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതചര്യയിലൂടെ, അദ്ദേഹം ഇസ്ലാമിന്റെ പ്രവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത സവിശേഷമായ ജീവിതവും ഭരണവ്യവസ്ഥയും ഈ അയവേറിയതും ഉദാരവും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതുമായിരുന്നു എന്നതാണ് അതിൻ്റെ ഓജസ്സിനും അതിൻ്റെ തേജസ്സിനും നിദാനം എന്ന് തിരിച്ചറിയണം. എന്നാൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ഈ ശരീഅത്തിനെ, മൗലാന ആസാദിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ദീനുണ്ട് ശരീഅത്തും. ദീനും ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദീനാണ് മതത്തിന്റെ സത്ത. ശരീഅത്ത് എന്ന് പറഞ്ഞാലോ അതിന്റെ കവറാണ്, അതിന്റെ തൊണ്ടാണ്. എന്റെ ഷർട്ട് പോലെ. എം നാരായണൻ എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടല്ലല്ലോ. ഈ ഷർട്ട് ഞാൻ ഇപ്പൊ ഇന്ന് ധരിക്കുന്ന ഷർട്ട് ഇട്ടിട്ട് നാളെ വരണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് 3 വയസ്സോ 4 വയസ്സായിരുന്ന കാലത്ത് ഇട്ട കുപ്പായം തന്നെ ഞാൻ 60 വയസ്സായ സമയത്ത് ഇടണം എന്ന് പറഞ്ഞാലും പറ്റില്ല. ഇത് സ്ഥലകാലബദ്ധമാണ്. സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് നമ്മളിത് അഴിക്കുകയും അണിയുകയും ചെയ്യും. ഇതാണെന്താ കുപ്പായം. എന്നാൽ എൻ്റെ സത്ത എന്ന് പറഞ്ഞത്, എൻ്റെ എസൻസ് എന്ന് പറഞ്ഞത് ഈ കുപ്പായല്ല, ഈ കവറല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വ്യാഖ്യാനിക്കുന്നത് ഈ ഇസ്ലാമിന്റെ സത്ത എന്ന് പറഞ്ഞത് എന്താണ്? ഈ ശരീഅത്താണ്. ഇതാണ് മതവിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തുന്ന സംവാദത്തിൽ ഉന്നയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്. ഇത് എന്നെ പോലെ ഒരാൾ പറയുന്നതല്ല, മൗലാന ആസാദിന്റെ, ഞാൻ ആസാദിനെ ഉദ്ധരിക്കുന്നത്. ആസാദ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പ്രധാനം? ദീനാണോ ശരീഅത്താണോ? അല്ല, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലകാലബദ്ധമാണ്. സ്ഥലത്തിനും കാലത്തിനനുസരിച്ച് എന്താണ് അത് മാറും, മാറാതെ വയ്യ. അതാണ് അതിന്റെ പ്രശ്നം. എന്നാൽ ദീൻ അങ്ങനെയല്ല. ഒരു കഥയുണ്ട്, ഒരു കഥ മഹാഭാരതത്തിലുള്ളൊരു കഥയാണ്. അർജുനൻ എന്ന് പറഞ്ഞൊരു രാജാവ്. ആ അർജുനൻ എന്ന് പറഞ്ഞ രാജാവ് സുഭദ്ര എന്ന് പറയുന്ന ഒരു രാജകുമാരിയായിട്ട് പ്രണയം. അപ്പൊ ഈ സുഭദ്രയുടെ ജ്യേഷ്ഠൻ ഉണ്ട്, അയാൾക്ക് ഈ അർജുനന് പെങ്ങളെ കെട്ടിക്കൊടുക്കുന്നതിന് ഇഷ്ടമല്ല. അപ്പോ ഇയാൾ എന്ത് ചെയ്തു? ഒരു സന്യാസിയുടെ വേഷത്തിൽ, ഈ തട്ടിപ്പുകാർക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു വേഷമാണത്. അങ്ങനെ സന്യാസിയുടെ വേഷത്തിൽ ഈ വീട്ടിൽ വന്നു, കൊട്ടാരത്തിൽ വന്നു. അപ്പൊ സന്യാസിയാണെന്ന് വിചാരിച്ചിട്ട് ജ്യേഷ്ഠൻ, ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ വളരെ സ്വീകരണമൊക്കെ ഉണ്ട്. കാരണം അയാൾ വലിയ സന്യാസി ഭക്തനാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു, എവിടെയാണ് ഈ സന്യാസി താമസിപ്പിക്കുക കൊട്ടാരത്തിൽ? അതൊന്നും നല്ല നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കണം. കാരണം ഇയാളെ ഇദ്ദേഹത്തിന് പരിചരിക്കാനൊക്കെ ഒരാളായിരുന്നു. അങ്ങനെ പെങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും. അപ്പൊ ഈ പെങ്ങള് സന്യാസി, അവർക്ക് അന്യന്നെ അറിയാം, വേറുള്ളവർക്ക് അറിയില്ല എന്ന് മാത്രമേ.
അപ്പൊ സന്യാസിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, സന്യാസിയാണല്ലോ, കോഴിയിറച്ചിയും ബിരിയാണി ഒന്നും കൊടുക്കാൻ പറ്റില്ല, പാലും പഴം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സന്യാസിക്ക് പഴം കൊടുക്കുക. അപ്പൊ ഈ പഴം വിളമ്പുന്ന സമയത്ത് ഈ രാജകുമാരി ഈ സന്യാസിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് മറ്റെല്ലാം മറന്നിട്ട് പഴം കൊണ്ട് തൊലിച്ചിട്ട് തൊലി കൊണ്ട് വിളമ്പും. പഴത്തിന്റെ കാമ്പ് പുറത്തു വിടും. സന്യാസിയാകട്ടെ ഇവളുടെ കണ്ണിലേക്ക് നോക്കി മറ്റെല്ലാം മറന്നിട്ട് ഈ തൊലി പഴമാണെന്ന് വിചാരിച്ചു വായിരിക്കും ഇങ്ങനെ വിഴുങ്ങിച്ചു. ഏതാണ്ട് അതുപോലെ ആണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ തൊണ്ട് ഈ ആ രാജകുമാരിയും ആ രാജകുമാരനും പരസ്പരമുള്ള പ്രണയത്തിന്റെ അന്ധത കൊണ്ടാണ്. പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ? കണ്ണ് കാണാത്താണ് പ്രണയം അല്ലേ? പ്രണയം കൊണ്ട് കണ്ണ് കാണാതായി. അതെങ്ങനെ എനിക്ക് മനസ്സിലാവും? അത് പ്രണയിച്ചവർക്ക് അറിയൂ അല്ലേ? പ്രണയം കൊണ്ട് കണ്ണ് കാണാണ്ടോ? പ്രണയം കൊണ്ട് കണ്ണ് കാണാണ്ടാവാന്ന് പറഞ്ഞാൽ, കണ്ണ് കാണാണ്ടാവാന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയാൻ പറ്റാണ്ടാവാന്ന്. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാണ്ടാവാന്ന്. അതാണല്ലോ. അങ്ങനെ ശരി തെറ്റും തിരിച്ചറിയാൻ പറ്റാതായതുകൊണ്ടാണ്, ഏതാണ് സത്ത ഏതാണ് തൊണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്, ഒരുതരം ആന്ധ്യം ബാധിച്ചതുകൊണ്ടാണ് ഈ തൊണ്ട് വിഴുങ്ങുകയും സത്ത ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാർമ്മിക ജീവിതത്തിലൂടെയുള്ള ദൈവാരാധന. ആ സാധു പറയുന്നത് ധാർമ്മിക ജീവിതത്തിലൂടെയുള്ള ദൈവാരാധനയാണ് ദീൻ. ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ആവണമെങ്കിൽ, ഇസ്ലാം മത വിശ്വാസിക്ക് അധികാരം ഇല്ലാതെ, ഭരണമില്ലാതെ, നിയമവ്യവസ്ഥയുടെ സഹായമില്ലാതെ, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പട്ടാളവും കയ്യിലില്ലാതെ ഒരു മുസ്ലിമിന്, വളരെ വിനീതനായ ഒരു മുസ്ലിമിന്, വളരെ വിശുദ്ധമായ ഒരു അധികാരമില്ലാതെ, ഭരണകൂടമില്ലാതെ, പോലീസും പട്ടാളവും ഇല്ലാതെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ആ ചോദ്യമാണ് ആസാദ് ഉന്നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ധാർമ്മിക ജീവിതത്തിലൂടെയുള്ള ദൈവാരാധനയാണ് ദീൻ. ദൈവത്തെ ആരാധിക്കുന്നതിന് എന്തിന്റെ ആവശ്യമില്ല? അധികാരം വേണ്ട. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ധാർമ്മികമായ ജീവിതമാണ് നമ്മുടേത്. നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുക. അതിനാണ് ദീൻ എന്ന് മൗലാന ആസാദ് പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വന്തം പൈതൃകമല്ല. അതാണ് ഇത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഇതെല്ലാ മനുഷ്യരുടെയും പൊതു പൈതൃകമാണ്. എന്ത്? ദീൻ എന്ന് പറഞ്ഞു. ദീൻ എന്ന്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്ഥലകാലബദ്ധമല്ല. എല്ലാ സ്ഥലത്തെയും എല്ലാ കാലത്തെയും മാനവ സമുദായത്തെ ആകെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണെന്ത്? ദീൻ. അതിനെയാണ് അപ്ഹോൾഡ് ചെയ്യുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ആസാദ് ദേശീയവാദിയായത്. മൗദൂദി ഞാൻ പറഞ്ഞ പോലെ മതസാർവദേശീയവാദം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയും, ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ കൊണ്ടില്ല. മൗലാന ആസാദ് നെഹ്റു ഗവൺമെന്റിന് വിദ്യാഭ്യാസ മന്ത്രിയായി അല്ലേ? ഇന്ത്യൻ ദേശീയതയുടെ പതാകവാഹകനായി. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ വൈവിധ്യങ്ങളെ മുഴുവൻ. അതാണല്ലോ ഇന്നത്തെ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാൻ. ഇന്നത്തെ നമ്മുടെ ഈ സന്ദർഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്ദർഭമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താ? ഇവിടെ ചിലർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ നിങ്ങളെ യോഗത്തിൽ സംസാരിക്കില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മൗലികമായ പ്രശ്നം എന്താ? സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രശ്നം എന്താ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആര് ഭരിക്കും, ആര് പ്രതിപക്ഷത്തിരിക്കും, ഇതല്ലേ ചോദ്യം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം അതല്ല. അതാണ് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ പുലരണോ തകരണോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള ചോദ്യം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇന്ത്യ പുലരണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യ പുലരണമെങ്കിൽ ഇന്ത്യയുടെ വൈവിധ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒരു നിറമല്ല, ഒരു രൂപമല്ല, ഒരു ഭാഷയല്ല, ഒരു മതമല്ല. ഈ വൈവിധ്യമാണ്, ഈ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യ. ഈ വൈവിധ്യം ഇല്ലാതെ ഇന്ത്യ ഇല്ല. 6 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ 6 കോടി ജനങ്ങൾ മാത്രമുള്ള ഗുജറാത്തിലെ വൈവിധ്യത്തെ സമന്വയിപ്പിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിത്വത്തിന് 100 കോടിയിലധികം മഹാരാജ്യത്തിലെ
അനന്ത വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാകാൻ ഒരു ഭരണാധികാരിയായി കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇന്ത്യ പുലരണോ ഇന്ത്യ തകരണോ എന്ന മൗലികമായ ചോദ്യത്തിന് മുമ്പിലാണ് രാജ്യം വന്നു നിൽക്കുന്നത്. ഞാൻ പറയണത് ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കാൻ. ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാതെ ഒരുതരം പ്രോക്രസ്റ്റിയൻ കട്ടില്, പ്രോക്രസ്റ്റിന്റെ കഥ അറിയാലോ, ഒരു കട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ കിടത്തുകയാണ് ആളുകളെ. കട്ടിലിനേക്കാൾ നീളം കൂടിയവരെ കട്ടിലിനെ ഒപ്പാക്കി വെട്ടിമുറിക്കും, കട്ടിലിനേക്കാൾ നീളം കുറഞ്ഞവരെ വലിച്ചു നീട്ടി കട്ടിലിനെ ഒപ്പാക്കും. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിന്റെ നാൽക്കവലയിൽ ഒരു പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ കൊണ്ടിരിക്കുക, ഈ വെച്ചിരിക്കുക. എന്നിട്ട് അതിലെ പോകുന്ന ആളുകളൊക്കെ ഇവരുടെ കട്ടിൽ കിടത്തിയിട്ട് വലിച്ചു നീട്ടാനും വെട്ടിമുറിക്കാനും വ്യർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോക്രസ് പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട രാഷ്ട്രീയമാണ്. ആത്യന്തികമായി പരാജയം മാത്രം വിധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയത്തിന്റെ കുമാർഗത്തിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് ചൂണ്ടി. ഞാൻ പ്രസംഗിക്കുമ്പോൾ അറബ് വസന്തത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു അധ്യക്ഷൻ. അറബ് വസന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറബ് വസന്തം എന്ന് പറഞ്ഞ വലിയൊരു ജനമുന്നേറ്റമാണ്. ആ ജനമുന്നേറ്റത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ജയിക്കുന്ന കണ്ടപ്പോൾ അതുവരെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇത് ജയിക്കുന്ന കണ്ടപ്പോൾ അതിൽ കയറി കൂടുകയും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരികയും ചെയ്ത ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈജിപ്ഷ്യൻ പതിപ്പാണ്. ആ ഇസ്ലാമിക് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തെന്താ, ആ പട്ടാളം 10-30 കൊല്ലക്കാലത്തെ പട്ടാള സ്വേച്ഛാധിപത്യത്തെ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി ഈജിപ്തിൽ നടന്ന പട്ടാള സ്വേച്ഛാധിപത്യത്തെ അട്ടിമറിച്ച ഒരു ബഹുജന മുന്നേറ്റം. ആ ബഹുജന മുന്നേറ്റത്തിന്റെ ഹൃദയത്തെ, ആത്മാവിനെ, പ്രതീക്ഷകളെ ചവിട്ടി അരച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പ്രോക്രസ്റ്റസിന്റെ കട്ടിലുമായി ഇറങ്ങി എന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഈജിപ്തിലെ തെരുവുകളിൽ വീണ്ടും ജനനിബിഡമാവുകയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏകാധിപത്യത്തിനെതിരായ ഒരു ജനമുന്നേറ്റം അതിനെ അവിടുത്തെ പട്ടാളം എന്ത് ചെയ്തു, സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ രീതിയിൽ കൊണ്ടുപോയി. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഞാൻ എന്റെ വിശദാംശങ്ങളിൽ പോകുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള മുന്നേറ്റം, ഈ പറഞ്ഞ ഇസ്ലാമിസത്തിനെതിരായി, ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ സിറിയയിൽ എന്താ സംഭവിച്ചത്? സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്ന ഒരാളല്ലെന്ന്. പക്ഷേ അസാദിന്റെ ഒരു പ്രത്യേകത എന്താണ്? അസാദ് ഒരു സെക്യുലറിസ്റ്റാണ്, ഒരു മതരാഷ്ട്രവാദിയോ മതരാഷ്ട്രീയക്കാരനല്ല, ഒരു മതേതര രാഷ്ട്രീയക്കാരൻ. അതുപോലെ തന്നെ അദ്ദേഹം പലസ്തീൻ വിമോചന പ്രസ്ഥാനവുമായി വളരെ ഐക്യദാർഢ്യം പുലർത്തുന്ന ആളാണ്. അദ്ദേഹം ഇസ്രായേലിനെതിരായിട്ടുള്ള ഉറച്ച നിലപാടെടുത്തിട്ടുള്ള ആളാണ്. പലസ്തീനിലെ എത്രയോ ആളുകൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യമാണ് ഇത് സിറിയ. സാമ്രാജ്യത്വത്തിന്റെ കണ്ണിലെ കരടാണ് ഈ അസാദിന്റെ സിറിയ. അതുകൊണ്ട് തന്നെ അസാദിന്റെ സിറിയയെ തകർക്കുക, ഇറാഖിലെ സദ്ദാം ഹുസൈൻ കഴിഞ്ഞാൽ പിന്നീട് ദ ലാസ്റ്റ് ഔട്ട് പോസ്റ്റാണ്. മതനിരപേക്ഷതയുടെയും സാമ്രാജ്യ വിരോധത്തിന്റെയും അവസാനത്തെ ഔട്ട് പോസ്റ്റാണ് സിറിയ. ആ സിറിയയെ തകർക്കാനാണ് അമേരിക്കൻ ഇംപീരിയലിസം ഇസ്രായേലുമായി സഹകരിച്ചുകൊണ്ട് ഈ പാശ്ചാത്യ ശക്തികളുടെ മുഴുവൻ പിന്തുണയോട് ശ്രമിച്ചത്. അവിടെ ഒരു ആഭ്യന്തര യുദ്ധം കെട്ടഴിച്ചു വിളിച്ചു. ആ ആഭ്യന്തര യുദ്ധം ഈ ലോകത്തിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ വലിയൊരു പങ്കാളിത്തം അതിൽ കാണുന്നത്. ഈ പറഞ്ഞ ഈജിപ്ഷ്യൻ ബ്രദർഹുഡ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സിറിയയിലേക്ക് പട്ടാളത്തെ അയക്കാൻ, സിറിയയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് തന്നെ ഇടപെടാൻ അമേരിക്ക ശ്രമിക്കുകയുണ്ടായി. അമേരിക്ക സിറിയയിൽ നിന്ന് കൈയെടുക്കുക എന്നൊരു മുദ്രാവാക്യം വിളിക്കാൻ ആര് തയ്യാറായില്ല? ജമാഅത്തെ ഇസ്ലാമി തയ്യാറായില്ല. അവിടെയാണ് പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി എവിടെ ചെന്നാ നിൽക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രചരിപ്പിക്കുന്ന വലിയ സാമ്രാജ്യ വിരോധത്തിന്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ ചാമ്പ്യനാണ് ജമാഅത്തെ ഇസ്ലാമിയും ലോകത്തിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയവും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമാണ് ഈ ലോകത്തിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം എന്നുള്ളത് വർത്തമാനകാല ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലും വേട്ടയാടപ്പെടുകയാണ്, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഢാക്കയിലെ ചെറുപ്പക്കാർ, പുതിയ ചെറുപ്പക്കാർ, ആധുനിക യൗവനം ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് വാദിക്കുന്നത്. ഈ മതമൗലികവാദത്തിനെതിരായി ഢാക്കയിലെ ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അണിനിരന്ന് ജമാഅത്തെ ഇസ്ലാമി രാജ്യദ്രോഹികളാണ്, അവർ വിചാരണയാണ് അർഹിക്കുന്നത്, ശിക്ഷയാണ് അർഹിക്കുന്നത് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലികവാദത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു. ലോകം മാറുകയാണ്, രാജ്യം മാറുകയാണ്.
ഇപ്പോ ഈയിടെ ഈ കർണാടകത്തില് BJP മുത്തലിബ് എന്ന് പറയുന്ന ഒരു മുത്തലിബ് എന്ന് പറയുന്ന ഒരു ശ്രീരാമസേനക്കാരൻ, ശ്രീരാമസേന എന്ന് പറഞ്ഞാൽ ശരിക്ക് അയാൾ രാവണസേന എന്നാ പേര് ഇട്ടുണ്ട്, ശരിക്കും രാമസേന എന്നല്ല പറഞ്ഞത്, എന്തോട്ടെ. അയാളെ BJPക്ക് എടുത്തു. BJPക്ക് എടുത്തപ്പോ BJPയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ട് ഇയാളെ BJPന്ന് പുറത്താക്കാൻ വന്നു. BJPയുടെ ദേശീയ നേതാവായ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കുറിച്ചു, ഈ കർണാടക BJPക്കാർക്ക് ലോകം മാറിയത് മനസ്സിലായിട്ടുണ്ട്, നേരം വെളുത്തിട്ടാണ്. പക്ഷെ കർണാടക BJPക്ക് മാത്രമല്ല നേരം വെളുക്കാത്തത്, ഇന്ത്യയിലെ BJPക്ക് നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അവരെ മുന്നിൽ നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ലോകം മാറുകയാണ്. ഒരു 10 കൊല്ലം മുമ്പത്തെ ലോകമല്ല ഇപ്പോഴത്തെ ലോകം. 10 കൊല്ലം മുമ്പ് 1990-കളോടുകൂടി ലോകത്തിലെല്ലായിടത്തും പുതിയ തരത്തിലുള്ള ഒരു നവയാഥാസ്ഥികത്വം, നവഫാസിസം, നവയാഥാസ്ഥികത്വം, സ്വത്വവാദം, ഇതൊക്കെ അരങ്ങേറുകയുണ്ടായി. എന്നാൽ ഇന്ന് ലോകം അതിൽ നിന്ന് മോചിതമായിരിക്കുന്നു. കൂടുതൽ ജനാധിപത്യത്തിന്റെയും കൂടുതൽ മതേതരത്വത്തിന്റെയും കൂടുതൽ ഉദാരതയുടെയും, അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഉദാരമായ ഒരു പ്ലാറ്റ്ഫോം. നിങ്ങളുടെ ജാതി എന്താണ്, നിങ്ങളുടെ മതം എന്താണ് എന്ന് ചോദിക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ ലോകത്തിന്റെ നഗരങ്ങളിൽ, തെരുവുകളിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതാത് രാജ്യങ്ങളിലെ നീതിരഹിതമായ ഭരണകൂടങ്ങൾക്കെതിരെ മുന്നേറുന്ന ഒരു പുതിയ വസന്തം ലോകത്താകെ ഉദയം ചെയ്യുന്ന ആവേശകരമായ ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കുകുത്തികളായി ചരിത്രത്തിലെ പുരാവസ്തുക്കൾ ഒഴുകി ഒടുങ്ങും എന്ന് അല്പം രാഷ്ട്രീയ ബോധമുള്ള, ചരിത്രബോധമുള്ള ആർക്കും തിരിച്ചറിയാൻ കഴിയും എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ എൻ്റെ വിമർശനത്തിന് ജമാഅത്തെ ഇസ്ലാമിക്ക തിരിച്ച് എന്നോട് പ്രതികരിച്ചത് അത് ഒരു ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം. കാരണം എൻ്റെ പേര് നാരായണനായി പോയി, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. വേണമെങ്കിൽ സൗകര്യം ഉണ്ട്, ഞാൻ പൊന്നാനിക്കാരനാണ്, പൊന്നാനിയിൽ തൊപ്പിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, വേണമെച്ചാൽ അത് തയ്യാറാണ്. അല്ല ഈ ജമാഅത്തെ അപ്പൊ എനിക്കതിന് വലിയ പേരാറൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ, ഈ എൻ്റെ പേര് നാരായണനാണ് എന്നുള്ളത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയെ വിമർശിച്ചാൽ അത് ഇസ്ലാമിനെ വിമർശിക്കലാണ്, മുസ്ലിങ്ങളെ വിമർശിക്കലാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് എന്നെ വാസ്തവത്തിൽ എൻ്റെ ഒരു പ്രതിസന്ധിയാണ്, എന്നെ പോലുള്ള ആളുകളുടെ ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ ആ പ്രതിസന്ധി ഞാൻ അകപ്പെട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ പോലുള്ള ആളുകളെ വിമോചിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് സാധിക്കുമെന്നതുകൊണ്ടാണ് ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കാൻ ഈ തിരക്ക് പിടിച്ച സമയത്തും ഞാൻ മുതിർന്നത്. നിങ്ങളെ ബോറടിപ്പിച്ചുവെങ്കിൽ മാത്രം. നമ്മുടെ ചർച്ചാ സമ്മേളനം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം